സ്പോർട്സ് സർജറി കഴിഞ്ഞാൽ റീഹാബ് ചെയ്യണം നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഈ റീഹാബിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അത് പലപ്പോഴും നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഒരു സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞെന്നുള്ളത്. നമ്മളെ സാധാരണക്കാരും ഇപ്പം ഈവൻ അത്ലീറ്റ്സ് ആണെങ്കിൽ പോലും ചിലർ സർജറി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ശരിയായി എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് ഉണ്ടാവുക. അതേസമയം നമ്മളെപ്പോഴും പേഷ്യൻറ്റിനോട് പറയുക ഒരു 50% സർജറിയാണ്, അതേസമയം 50% റീഹാബാണ്. ആ 50% റീഹാബിൻ്റെ പാർട്ട് ഇല്ലെങ്കിൽ തന്നെ ആ സർജറി ചെയ്തത് 0%ലേക്ക് പോകും. ഒരു ACL സർജറി നമ്മൾ എത്ര ബ്യൂട്ടിഫുൾ ആയി ചെയ്തിട്ടും അത് റീഹാബ് നല്ല രീതിയിൽ പേഷ്യൻറ്റിനെ മുട്ടുമടക്കുന്നതും നിവർത്തുന്നതും ബാക്കിയുള്ള സ്ട്രെങ്തനിങ് കണ്ടീഷനിങ്ങും അതേപോലെ തന്നെ പ്രോപ്രോസെപ്റ്റീവ് ട്രെയിനിങ് ഉണ്ട്, അജിലിറ്റി ട്രെയിനിങ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് നമ്മൾ സ്പോർട്സ് സ്പെസിഫിക് ട്രെയിനിങ് പോകും. സ്പോർട്സ് സ്പെസിഫിക് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ കോച്ചിൻ്റെ അണ്ടറിലുള്ള ഒരു സ്പോർട്സ് സ്പെസിഫിക് ട്രെയിനിങ്ങിൽ പോകും. അതേസമയം ബാഡ്മിൻ്റൺ പ്ലേയേഴ്സ് ആണെങ്കിൽ ആ ഒരു രീതിയിലുള്ള ട്രെയിനിങ് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു ബാക്കി 50% റീഹാബ് പാർട്ട് ഇല്ലെങ്കിൽ നമ്മൾ സർജറി ചെയ്തത് വേസ്റ്റ് ആയി പോകും. ഉദാഹരണത്തിന് നമ്മളൊരു ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ട്രീറ്റ് ചെയ്ത് സർജറി ചെയ്ത് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സർജറി ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പ്രോപ്പറായിട്ട് മസിൽ സ്ട്രെങ്തനിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പയർ ചെയ്ത ലിഗമെൻറ്റ് വീണ്ടും പൊട്ടിപ്പോകും.